പോർച്ചുഗലിനെതിരെ 91-ാം മിനിറ്റിൽ സ്പെയിൻ വിജയ ഗോൾ കണ്ടെത്തുമ്പോൾ മറുവശത്ത് തല താഴ്ത്തുന്ന ഒരു മനുഷ്യനെ കണ്ടു. ആർക്ക് മുന്നിലും തല താഴ്ത്താത്തയാളാണ്. ജീവിതവും വിധിയും ലോകവും എല്ലാം എതിരെ നിന്നിട്ട് പോലും തലയുയർത്തി മാത്രം നിന്നിട്ടുള്ള മനുഷ്യനാണ്. ഫൈനൽ വിസിൽ അയാൾ പൊട്ടിക്കരഞ്ഞു. അവസാനത്തെ ആട്ടമായിരുന്നു. അതിനൊടുവിൽ ആ തങ്കക്കപ്പ് നെഞ്ചോട് ചേർക്കുമെന്ന് കരുതി. അതുണ്ടായില്ല. പൂർണ്ണനാവാൻ എല്ലാ കിരീടങ്ങളും നേടണമെന്നില്ല ക്രിസ്ത്യാനോ. കാരണം സ്വയം ഇതിഹാസമായ ഒരാൾക്ക് ഇനി എന്ത് നേടാനാണ്? സ്പെയിനെതിരെ തോൽവി വഴങ്ങി പോർച്ചുഗൽ ഈ ലോകകപ്പിൽ അവരുടെ യാത്ര അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഒപ്പം കരിയറിലെ ഒരേ ഒരു മിസ്സിംഗ് പീസായി ബാക്കിയുണ്ടായിരുന്ന ലോകകിരീടത്തിനായുള്ള റൊണാൾഡോയുടെ അവസാനത്തെ ശ്രമവും പാതി വഴിക്ക് അവസാനിച്ചിരിക്കുന്നു. ഫൈനൽ വിസിലിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ റോണോ ടണലിലേക്ക് നടന്നു നീങ്ങുമ്പോൾ ഡാലസ് സ്റ്റേഡിയം ഒന്നാകെ എഴുന്നേറ്റ് നിന്ന് അയാളെ യാത്രയാക്കുന്നത് കണ്ടു. ജീവിതം കൊണ്ട് അനേകം മനുഷ്യരെ തൊട്ടൊരാൾക്ക് ഇതിലും മനോഹരമായി ഫെയർവെൽ നൽകുന്നതെങ്ങനെ? ആ തങ്കക്കിരീടമല്ല, ഇക്കാലയളവിൽ ആ മനുഷ്യൻ നേരിട്ടോ അല്ലാതെയോ ചെന്നു തൊട്ട കോടിക്കണക്കിന് മനുഷ്യരാണ് ആത്യന്തികമായ കിരീടം. സാധാരണക്കാരനും അസാധാരണമായതെല്ലാം നേടാനാകുമെന്ന് ജീവിതം കൊണ്ട് ആ മനുഷ്യൻ കാണിച്ചു തന്നിട്ടുണ്ട്. വിശപ്പിനേക്കാൾ വലിയ വികാരം വിജയദാഹമാണെന്ന് മനസ്സിലുറപ്പിച്ച ഒരു കുട്ടി മെദീരയിൽ നിന്ന് കാൽപന്തിന്റെ കൊടുമുടി കയറിയതല്ലേ? ഒരു ചാട്ടമായിരുന്നു. ദാരിദ്ര്യത്തെ, പരിമിതികളെ, വിമർശനങ്ങളെ, വെല്ലുവിളികളെ എല്ലാം കഠിനാധ്വാനം എന്ന ഒരൊറ്റ മാജിക്കിലൂടെ മറികടന്നവന്റെ ചാട്ടം. ഫുട്ബോളിന്റെ ആദ്യാക്ഷരങ്ങൾ പഠിക്കുന്ന ഒരു കുഞ്ഞിനെ പോലും ആകാശത്തിൽ ഉയർന്നു ചാടി തന്റെ ഇടം കണ്ടെത്തി ഇതാ ഞാൻ എന്ന് പറയാൻ പ്രേരിപ്പിക്കുന്ന ഇൻഫ്ലുവൻസർ. 2003 പോർച്ചുഗലിനായി അരങ്ങേറിയത് മുതൽ ഇന്നതാ ഈ ലോകകപ്പ് വരെ നിരന്തരം ആ രാജ്യത്തെ ചുമലിലേറ്റത് മറ്റാരുമല്ല. 233 മത്സരങ്ങൾ, 146 ഗോളുകൾ, ഒരു യൂറോ കപ്പ്, 2 യുവേഫ നേഷൻസ് കിരീടങ്ങൾ, 6 ലോകകപ്പിൽ തുടർച്ചയായി ഗോൾ നേടിയ ഒരേ ഒരു താരം. ലോകകപ്പിലാകെ 11 ഗോൾ നേട്ടം. യൂസേബിയോയ്ക്കും ലൂയിസ് ഫിഗോയ്ക്കും റൂയി കോസ്റ്റയ്ക്കും ശേഷം പോർച്ചുഗലിനെ മുന്നിൽ നിന്ന് നയിച്ചത് മറ്റാരുമല്ല. അവരെക്കാൾ ഒരുപടി മുകളിൽ തന്നെയാകും പോർച്ചുഗലിന്റെ ഫുട്ബോൾ ചരിത്രത്തിൽ അയാളുടെ സ്ഥാനം. പോർച്ചുഗൽ എന്നാൽ നമുക്ക് അയാളാണ്. ലോകകപ്പിൽ നിന്ന് മാത്രമേ റോണോ പടിയിറങ്ങുന്നുള്ളൂ. പോർച്ചുഗലിന്റെ ആ രക്തവർണ്ണമുള്ള ജേഴ്സിയിൽ അയാളെ ഇനിയും കുറച്ചു കാലമെങ്കിലും കാണാനാകുമെന്ന് തന്നെയാണ് വിശ്വാസം. ഇതിഹാസം എഴുതിയ ആളെ മടങ്ങുന്നുള്ളൂ. ഇതിഹാസം ഇവിടെ ബാക്കിയാണ്. അസാധ്യമായത് സാധ്യമാക്കാൻ സ്വപ്നം കാണുന്ന ഓരോ മനുഷ്യനെയും നിങ്ങൾ ഇനിയും പ്രചോദിപ്പിക്കും. ഒരു പകരക്കാരനെ സങ്കല്പിക്കാനാകാത്ത തരത്തിലൊരു ചാപ്റ്ററാണ് നിങ്ങൾ പിന്നിൽ ഉപേക്ഷിച്ച് നടക്കുന്നത്. ബോക്സിലേക്ക് അസാധ്യമായ ഉയരത്തിൽ പന്തുകൾ എത്തുമ്പോൾ നിങ്ങളുടെ ഹെഡറുകളെ ഞങ്ങൾ മിസ് ചെയ്യും. പിന്നിലായിപ്പോയ ടീമിനെ ഒടുവിലത്തെ റണ്ണിൽ കൈപിടിച്ച് കയറ്റുന്ന നിങ്ങളുടെ കൊടുങ്കാറ്റ് പോലുള്ള നീക്കങ്ങളെ ഞങ്ങൾ മിസ് ചെയ്യും. പെനാൽറ്റി കിക്ക് എടുക്കും മുന്നേ അത് ഗോളാണെന്ന് ഞങ്ങൾക്ക് നൽകിയിരുന്ന ഉറപ്പിനെ മിസ് ചെയ്യും. ബഹുഭൂരിപക്ഷത്തിനോടുള്ള നിങ്ങളുടെ നിരന്തര കലാപങ്ങളെയും ഞങ്ങൾ മിസ് ചെയ്യും. നന്ദി റോണോ എല്ലാറ്റിനും.